നമസ്തേ. എല്ലാ മനുഷ്യന്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് സമൃദ്ധിയിലേക്ക് എത്തുക എന്നുള്ളത്. എല്ലാ മനുഷ്യനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പണത്തെ മാത്രം പിന്തുടരുന്ന സമയത്ത് പണം ഒരു മരീചിക പോലെ അകന്നകന്നു പോകുന്നു. എന്നാൽ മൂല്യത്തെ പിന്തുടരുന്ന സമയത്ത് പണം നമ്മളിലേക്ക് പ്രകൃതിദത്തമായി എത്തിച്ചേരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു ആകർഷണ നിയമം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മൂല്യം, എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂസ് ഈ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന അവന്റെ കർമ്മം എന്ന് പറയുന്നത്, അവന്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്ന് പറയുന്നത്, പലരും അത് കണ്ടെത്താറില്ല. ഒരുപാട് ആളുകൾ മറ്റു വഴികളിൽ കൂടെ സഞ്ചരിച്ച് സാധാരണക്കാരെ പോലെ ജീവിക്കുകയാണ്. എന്നാൽ വൺസ് നമ്മൾ നമ്മുടെ കർമ്മം അല്ലെങ്കിൽ ദൗത്യം കണ്ടെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ സമൃദ്ധിയിലേക്കും അസാധാരണത്വത്തിലേക്കും ഉയരും എന്നുള്ളതാണ്. ആ കർമ്മം അല്ലെങ്കിൽ ആ ദൗത്യം എന്ന് പറയുന്നത്, ആത്മാവിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ രഹസ്യം എന്ന് പറയുന്നത്, അത് സമൃദ്ധിക്ക് വേണ്ടി, അത് നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതി തന്നെയാണ്. അതായത് സമൃദ്ധി അല്ലെങ്കിൽ അബൻഡൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷെ നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർമ്മപാതയിലേക്ക് നടക്കുന്ന സമയത്താണ് നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കർമ്മം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുതിയതായിട്ടുള്ള നമ്മുടെ യഥാർത്ഥ കർമ്മത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത്, പുതിയതായിട്ടുള്ള ദൈവികമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ധനവും നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ ചുരുക്കി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ദൈവികമായിട്ടുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർമ്മം കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ നമ്മൾക്ക് ധനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്ന സമയത്ത്, സമൃദ്ധി നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്ന സമയത്ത് എന്തൊക്കെ അടയാളങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത്, ജീവിത സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. താമസം, ജോലി, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അടിമുടിയായിട്ടുള്ള ഒരു മാറ്റം വരുന്നു. ഈ മാറ്റം ചിലപ്പോൾ ആഗ്രഹിച്ചു വരുന്നതായിരിക്കണമെന്നില്ല, പ്രതീക്ഷിച്ചു വരുന്നതായിരിക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നത്. അത് നമുക്ക് ആദ്യം ചിലപ്പം ഒരു എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാം വിരുദ്ധമായിട്ടാണോ പോകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പ്രകൃതിയിൽ ഒരു വിത്ത് നല്ല രീതിയിൽ മുളച്ചു വന്നൊരു മരമായിട്ട് മാറുന്നത് അതിന് കൃത്യമായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള വായുവും സാഹചര്യങ്ങളും ഉള്ള സ്ഥലത്ത് ആ വിത്ത് വീണ് കഴിയുമ്പോൾ മാത്രമാണ്. അതേതെങ്കിലും പാറയുടെ ഇടുക്കിലോ അല്ലെങ്കിൽ വഴിയരികിലോ ഒക്കെ വീണമെങ്കിൽ അതിന് കൃത്യമായിട്ട് വളർന്നു വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും അബൻഡൻസ്, ഏറ്റവും നല്ലതായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോലും നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ആ ഒരു ഇന്റൻഷന്റെ ഫലമായിട്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ, നേരത്തെ പറഞ്ഞതുപോലെ ജോലി, സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ താമസം, ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരികയാണ്. നമ്മുടെ കർമ്മം എവിടെയാണോ വേണ്ടത് അവിടേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക, എന്തിനാണ് ഞാൻ ഈ പ്രദേശത്തു കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് നമ്മൾ ചിലപ്പോൾ കറങ്ങിപ്പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇതാണ് ഒന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലായി തുടങ്ങും, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഇതുപോലെ ഉയർന്നു പോകാനായിട്ട് സാധിച്ചല്ലോ, അല്ലെങ്കിൽ എനിക്ക് പുതിയതായിട്ടുള്ളൊരു സാഹചര്യം എന്നിലേക്ക് വന്ന് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. താല്പര്യങ്ങളിലും ലക്ഷ്യങ്ങളിലും മാറ്റം ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കാണുവാനായിട്ടിടയായി. ഒരു വ്യക്തിക്ക് ഉയർന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കുകയും അദ്ദേഹത്തിന് ഒരു ഡോക്ടറാകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു. പക്ഷെ അദ്ദേഹം ജീവൻ എടുക്കുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡോക്ടറാകാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, അതിലൊക്കെ ചിലപ്പം മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല മേഖലകളിൽ പല രീതിയിലുള്ള ജോലികൾ, പല രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്, ശരിയായിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് ഞാൻ വിചാരിച്ച ആ വഴിയല്ല യഥാർത്ഥത്തിൽ എൻ്റേത്, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റൊരു വാതിൽ എനിക്ക് തുറന്നു കിട്ടുകയാണ്. അങ്ങനെ നമുക്ക് നിലവിലുണ്ടായിരുന്ന താല്പര്യങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ ലക്ഷ്യങ്ങളിലും മാറ്റം വരുന്നത് ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത ഒരു അവസ്ഥയല്ല. അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ധ്യാനം ആവശ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ മാറ്റുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഡോർവേ കണ്ടെത്തുകയാണ്
അതൊരു പക്ഷേ നമ്മൾ മുൻപ് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്കായിരിക്കാം. പക്ഷേ മുൻപുള്ള നമ്മുടെ അനുഭവങ്ങൾ ഈ മേഖലയിൽ നമ്മളെ കൂടുതൽ മനോഹരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തമാക്കുകയാണ്. പഴയ ബന്ധങ്ങൾ മാറുകയും പുതിയ ബന്ധങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. പഴയതായിട്ടുള്ള അടുത്ത ബന്ധങ്ങളിൽ പോലും ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പുതിയതായിട്ടുള്ള കർമ്മ മേഖലയിൽ എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു സ്പിരിച്വൽ മീനിങ് ആ ഒരു വീക്ഷണത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ കാർമിക് ടൈസ്, ആവശ്യമില്ലാത്തതായിട്ടുള്ള കർമ്മബന്ധങ്ങൾ, അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ബന്ധങ്ങൾ, അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആത്മീയ ജീവി, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജന്മത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള കർമ്മം നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിക്കാൻ പാകത്തിന് യൂണിവേഴ്സ് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ അലൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്കിതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇന്നർ ഏർജ് ഉണ്ടാകുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് സാഹചര്യങ്ങൾ, ഭൗതികമായിട്ടുള്ളത് എല്ലാം മാറി, ലക്ഷ്യങ്ങൾ മാറി, ആഗ്രഹങ്ങൾ മാറി, ബന്ധങ്ങൾ മാറി. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്ന ആ വഴിയിൽ ആദ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും പിടികിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പിന്നെ മനസ്സിലാക്കുകയാണ്, അതിൽ എത്തിച്ചേരുന്ന സമയത്ത് ഇതാണ് എൻ്റെ ദൗത്യം, ഇതാണ് എൻ്റെ കർമ്മം എന്നുള്ള ഒരു ആന്തരികമായിട്ടുള്ള തിരിച്ചറിവുണ്ടാകുകയാണ്. ആദ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരികയാണ്. ആദ്യമൊക്കെ സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്നത് പണം മാത്രം മതി, ജോലി മതി, വീട് മതി എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥ കർമ്മ വഴിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, അതിനുശേഷം മാസാവസാനം അല്ലെങ്കിൽ ദിവസത്തിന്റെ അവസാനം അല്പം പണം കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യമൊക്കെ അവർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ആകുന്ന സമയത്താണ് സാധാരണ മനുഷ്യനിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണത്വത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഭൗതിക അധ്വാനത്തിൽ നിന്ന് മാറി, അതായത് ഭൗതികമായിട്ടുള്ള അധ്വാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, അതിനുശേഷം വീട്ടിൽ വന്ന് ഉറങ്ങുന്നു. ഇങ്ങനെയുള്ള ആ അധ്വാനത്തിന് അപ്പുറത്തേക്ക് സ്മാർട്ട് വർക്കിലേക്ക് മനുഷ്യൻ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തില്ലെങ്കിലും അതിനേക്കാൾ പണം എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം നല്ല വഴിയിലൂടെ ഉണ്ടാക്കാമെന്നുള്ള തിരിച്ചറിവുകൾ മനുഷ്യർക്കുണ്ടാകുകയാണ് ഈ ഒരു സ്പിരിച്വൽ എവല്യൂഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത്. ഈ സ്മാർട്ട് വർക്കും കഴിയുന്ന സമയത്താണ് മൾട്ടി ഡയമെൻഷണൽ വർക്കിലേക്ക് വരുന്നത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം, കൂടുതൽ ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് മാറണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഗൗതമ, സിദ്ധാർത്ഥ, ബുദ്ധന്റെ ഒക്കെ ജീവിതം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷമാണ് അദ്ദേഹം അതിനപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എബ്രഹാം മാസ്ലോയുടെ തിയറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം ഭൗതികമായിട്ടുള്ള നീഡുകൾ ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്ത് ഉയർന്നുയർന്നു പോകുന്ന സമയത്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ സെൽഫ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഭൗതിക സാഹചര്യങ്ങളെ ഒക്കെ മനുഷ്യൻ മാസ്റ്റർ ചെയ്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ട്രാൻസെൻഡന്റൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പേഴ്സണൽ സെൽഫിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ ഈ ഭൗതിക ജന്മത്തിലുള്ള ഒരു പൂർത്തീകരണമായിട്ട് നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഹ്യൂമൻ ബീങ് റിയലൈസസ് ദാറ്റ് നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് ആണ് എന്നുള്ളതും ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പുതിയ തലങ്ങളുണ്ട് എന്നുള്ളതും മനുഷ്യൻ വ്യക്തമായിട്ട് തിരിച്ചറിയുകയാണ്. അവബോധം ഉണ്ടാകുകയാണ്, ജ്ഞാനോദയം ഉണ്ടാവുകയാണ്. ഈ വേളകളിൽ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. കാരണം ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നല്ലതായിട്ടൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ യഥാർത്ഥ മൂല്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ മൂല്യം എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മൂല്യത്തിനെ അവൻ ഈ ഒരു പോയിന്റിൽ വെച്ച് പിന്തുടരുന്ന സമയത്ത് തീർച്ചയായിട്ടും മൂല്യത്തിനെ പിന്തുടരുമ്പോൾ അവന് വേണ്ടതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവന് വേണ്ടതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അവന് വേണ്ടതായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവനിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ വിജയിച്ച വ്യക്തികളുടെ ഒക്കെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിന്റെ കാര്യം എടുക്കുക. അദ്ദേഹം വളരെ പണ്ട് കാലത്ത് ഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ ധനവാനൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണ ഒരു അച്ഛന്റെ വീട്ടിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന് അദ്ദേഹം വെറുതെ നടന്നുകൊണ്ട് പഠിപ്പിക്കുകയും, വെറുതെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കയ്യിൽ ഒന്നുമില്ലാതെ നടന്നുകൊണ്ട് ക്യാമ്പയിനുകളോ മാർക്കറ്റിങ്ങോ ഒന്നും നടത്താതെ അദ്ദേഹം നടന്നുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ടും മൂല്യം തിരിച്ചറിയുകയും ആ മൂല്യത്തിനെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്തതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞ് ഇത്ര 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ വെറുതെ ധനം കുന്നുകൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല ഓരോ മഹത് വ്യക്തിത്വങ്ങളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഹാത്മാഗാന്ധിയെ എടുത്തു നോക്കിയാൽ
ഭാരതീയരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തെ അറിയത്തില്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ APJ അബ്ദുൽ കലാമിനെ പോലെയും അങ്ങനെ പണത്തിനും ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കും വിലമതിക്കാനാകാത്ത തലത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടു. ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവും കൂടി ഈ മൂല്യത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. അതുവരെ നമ്മൾ സംശയിച്ച് നിന്ന, കോൺഫിഡൻസ് ഇല്ലാതെ നിന്നതായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കഴിവും നമുക്കുണ്ടാകുകയാണ്. അതുവരെ നമുക്ക് കഴിവൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി ആളുകളുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ സെൽഫ് എക്സ്പ്രഷൻ നടത്താനുള്ള കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് അതുവരെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമായിക്കോട്ടെ നമ്മളെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ മാത്രമാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സിസ്റ്റത്തിനെയൊക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു സാധാരണക്കാരനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. അപ്പം ബിയോണ്ട് ദാറ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ആക്വയർ ചെയ്യുന്നോ, നമുക്ക് അതിനപ്പുറത്തേക്ക് എന്ത് ലഭിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പവർഫുൾ ആയിട്ട് എക്യൂപ്പ് ആവുന്നു. നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് ആ സിസ്റ്റത്തെ കുറിച്ച് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ മാത്രമായി പോകും. ആ സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് മറ്റ് സിസ്റ്റങ്ങളെ കൂടി മനസ്സിലാക്കുന്ന സമയത്താണ് പുതിയൊരു സിസ്റ്റം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ എല്ലാം മുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ ജോലി, പുതിയ സഹായികൾ എല്ലാം നമ്മുടെ മുന്നിലേക്ക് സമൃദ്ധമായിട്ട് സമയാസമയങ്ങളിൽ എത്തിച്ചേരുകയാണ്. നമ്മുടെ എഫേർട്ട്, നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യവുമായിട്ട് കൃത്യമായിട്ട് അലൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള റെക്കഗ്നീഷൻ ഉണ്ടാകുകയാണ്. നമുക്ക് ആ മേഖലയിലുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ്. വിത്തൗട്ട് ഒരു പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അധ്വാനത്തിന്റെയോ ഭൗതികമായിട്ടുള്ള കഷ്ടപ്പാടുകളും ഒന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിനെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. ഹയർ ആയിട്ടുള്ള റെക്കഗ്നീഷൻ നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഓറ, നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ഇതിനനുസരിച്ച് അലൈൻ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഹയർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ അടുത്തുള്ള ആളുകളും ശാന്തതയോടുകൂടി അഗ്രഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണ്. മനസ്സിലെ അനാവശ്യമായിട്ടുള്ള വറി, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കുറഞ്ഞ് സമാധാനത്തിന്റെ ആ ഒരു അവസ്ഥ അതെന്താണ് എന്നുള്ളത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയാണ്. വളരെയധികം എനർജി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ ശക്തി ശരീരത്തിനുണ്ടാവുകയാണ്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ മലയെടുത്ത് മറച്ചു വെക്കുന്ന ആ ശക്തിയല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മ മേഖലയിലെ വലിയ കടുകട്ടിയാണെന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലും അനായാസം ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ശാരീരികം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളതും അതുപോലെ തന്നെ മെന്റൽ സ്റ്റാമിനയും നമുക്ക് വന്നു ചേരുകയാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് പ്രാപഞ്ചിക ഊർജവുമായിട്ട് അലൈൻ ചെയ്യപ്പെട്ടു. അത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. യു ആർ വാട്ട് യു അലോ. നിങ്ങൾ അനുവദിക്കുന്നത് എന്താണോ അതാണ് അവസാനം നിങ്ങളായിട്ട് തീരുന്നത്. ഡിവൈൻ ഗൈഡൻസിലുള്ള വിശ്വാസം വളരെയധികം ശക്തി പ്രാപിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷനെ ശ്രവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വഴി വരെയും എത്തിയത്. ഇൻറ്റ്യൂഷൻ നമ്മൾ ഭൗതിക സാഹചര്യങ്ങളിൽ ലോജിക്കുമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തോന്നലുകളുടെ വെളിച്ചത്തിൽ മാത്രം നടക്കുകയല്ല. പക്ഷെ അതിനെ കൃത്യമായിട്ട് യുക്തിപരമായിട്ട് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിവൈൻ ഗൈഡൻസ് നമുക്ക് മുന്നിൽ അനിശ്ചിതത്വമാണ്. അനിശ്ചിതത്വം നമുക്കൊരു ത്രില്ലായിട്ട് മാറുകയാണ്. നമ്മുടെ മുന്നിൽ എല്ലാ സാധാരണ മനുഷ്യൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്നത് പോലെ ആയിരിക്കും അവർ പെർസീവ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ വളരെ ത്രില്ലിൽ ആ റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ധനത്തിലേക്കും സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ഈ വാക്കുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ഈ വാക്കുകൾ പ്രപഞ്ചത്തിന്റെ ഊർജത്തിന്റെ പ്രതിധ്വനിയായിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുകയും അപ്പോൾ നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുകയാണ് പ്രപഞ്ചത്തിന്റെ ഊർജമാണ് എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ആത്മാക്കളെ സ്പർശിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം ഊർജം കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വിജയം എന്ന് പറയുന്നത് ഒരു കുത്തകയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ടായിട്ടും അതിനുശേഷം മൾട്ടി ഡയമെൻഷണലായിട്ടും വർക്ക് ചെയ്യുന്നവരുടെ കുത്തക നമ്മുടെ ഈ ചാനലിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പേർ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഞ്ചാരത്തിൽ കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് പരസ്പരം ഊർജം പകർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് പ്രകൃതിയിൽ നിന്നുള്ള ഈ ഒരു സംഭാഷണം. നമസ്തേ.